ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്വാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാനപ്പെട്ട ശ്രീ ഗുരുവും ശ്രീ ശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അരുളിൻ്റെ കുഞ്ഞാകാശം. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും കടിഞ്ഞൂൽ സന്താനം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു വന്നു. നാരായണൻ എന്നാണ് കുട്ടിക്ക് മാതാപിതാക്കൾ പേരിട്ടിരുന്നത്. എന്നാൽ നാണു എന്നേ എല്ലാവരും വാത്സല്യപൂർവ്വം അവനെ വിളിച്ചിരുന്നുള്ളൂ. മുട്ടിൽ ഇഴഞ്ഞു നടക്കുമ്പോഴും പിച്ച വെച്ച് നടക്കുമ്പോഴും സാധാരണ കുട്ടികളിൽ കാണാത്ത വിധത്തിലുള്ള ഒരു ഒതുക്കവും അപൂർവമായൊരു കാന്തിയും നാണുവിനുണ്ടായിരുന്നു. അവൻ്റെ കുഞ്ഞു പുഞ്ചിരിയിൽ ശലഭങ്ങൾ പോലും മതിമറന്നു പറന്നു കളിച്ചു. വലിയ കറുത്ത കട്ടുറുമ്പുകൾ വരിവെച്ച് നീങ്ങുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു. തുമ്പയോടും തുമ്പിയോടും അവൻ കിന്നാരം പറഞ്ഞു. പാറ്റയും പല്ലിയും പഴുതാരയുമൊക്കെ അവൻ്റെ ചെങ്ങാതിമാരായി. യാതൊരു നിർബന്ധവും പിടിക്കാത്ത ഒരു കുഞ്ഞ് നാണുവിനെപ്പോലെ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയൽവാരത്തെത്തിയ ഇളയ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ വാത്സല്യത്തോടെ നാണുവിനെ എടുത്തു കൊഞ്ചിച്ചു. വിശന്നാലും കരയില്ല. അയ്യോ, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും എന്നോർത്ത് കുട്ടിയമ്മ ചെന്ന് പാല് കൊടുക്കുമ്പോഴേ വിശപ്പിനെപ്പറ്റി നാണു ഓർക്കാറുള്ളൂ. കൊടുത്താൽ മാത്രം കുടിക്കും. അതാ പ്രകൃതം. മാടനാശാൻ നാണുവിൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി മന്ദഹാസത്തോടെ കൃഷ്ണൻ വൈദ്യനോട് പറഞ്ഞു. വയൽവാരത്തെ പൂഴിമണ്ണിൽ നാണു ഓടിക്കളിക്കുവാൻ തുടങ്ങി. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയമ്മ കുളിച്ച് ശുദ്ധയായി വന്ന് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക പതിവായിരുന്നു. അപ്പോൾ നാണുവും എഴുന്നേറ്റ് കണ്ണു തിരുമ്മി അമ്മയുടെ അടുത്ത് വന്ന് ഇരിക്കുമായിരുന്നു. പിന്നെ ചെറിയ ശബ്ദങ്ങളുണ്ടാക്കി അവനും അമ്മയുടെ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുക പതിവായി. അതിനുശേഷം പ്രഭാതത്തിൽ മുറ്റത്ത് കൊക്കരയിട്ട് നിൽക്കുന്ന കോഴികൾക്കും കാക്കകൾക്കും മറ്റു കിളികൾക്കുമൊക്കെ നെന്മണികൾ വിതറിക്കൊടുക്കും. അവയെല്ലാം പ്രത്യേകതരം ഒച്ചകളുണ്ടാക്കി അവകൾ കൊത്തി തിന്നുമ്പോൾ നാണുവിൻ്റെ ഉള്ളം നിറയും. സന്തോഷം കൊണ്ട് ആ മുഖം വർണ്ണാഭമാകും. കുട്ടിയമ്മ ഒക്കത്തിരുത്തി ആഹാരം വാരിക്കൊടുക്കുമ്പോൾ നാണു വായി തുറക്കണമെങ്കിൽ ചുറ്റിലും വന്ന് കൂടിയിരിക്കുന്ന പറവകൾക്ക് കൂടി അതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കണമായിരുന്നു. ആ പറവകൾക്ക് നാണുവിന് ആ പറവകളും അന്യമായിരുന്നില്ല. അങ്ങനെ നാണുവും നാണുവിൻ്റെ ഉള്ളിൽ അരുളിൻ്റെ ഒരു കുഞ്ഞാകാശവും വളർന്നു വന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.